വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് പുതിയ വഖഫ് ബില്ലിന്റെ ലക്ഷ്യം. പ്രതിഷേധങ്ങൾക്കിടെയാണ് ഈ ബില്ല് ഇന്ന് പാർലമെന്റിൽ എത്തുന്നത്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. മോർണിംഗ് എസ് കെ. വലിയ വിമർശനങ്ങൾക്ക്, പ്രതിഷേധങ്ങൾക്ക് ഒക്കെ കാരണമാകുന്ന ഒരു ബില്ലവതരണമാകും ഇന്ന് നടത്തുക. നിലവിലുള്ള നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് 40ഓളം ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ഒരു ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ ഈ ബില്ലിന്റെ കരട് എല്ലാ എംപിമാർക്കും നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികളും ഈ ബില്ലിനെ ശക്തമായിട്ട് എതിർക്കും, പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായിട്ട് എതിർക്കും എന്നാണ് അവർ പറയുന്നത്. ഈ ബില്ലിൽ ഉള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ചിലത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, മക്കളുടെ പേരിൽ സ്വത്തുക്കൾ വഖഫാക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ആരുടെയും പിന്തുടർച്ചാവകാശം ഇല്ലാതാകില്ല എന്നതാണ് ഒന്ന്. സർക്കാർ വസ്തുവകകൾ ഇനി വഖഫ് സ്വത്താകില്ല എന്ന് ഈ കരട് ബില്ല് പറയുന്നുണ്ട്. ബോറ, അഖാഖനി വിഭാഗങ്ങൾക്ക് പ്രത്യേക വഖഫ് ബോർഡുകൾ ഉണ്ടാകും എന്നുള്ളതും പുതിയ ഈ വഖഫ് നിയമത്തിന്റെ അല്ലെങ്കിൽ വഖഫ് കരടിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഏതാണ്ട് 40ഓളം ഭേദഗതികൾ ഉൾപ്പെടുന്നതാണ് ഈ നിർദ്ദേശം. ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഈ ബില്ലിന്മേൽ വിശദമായിട്ടുള്ള ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നമുക്കറിയാം 12-ാം തീയതി വരെ മാത്രമേ ഇനി സഭയുള്ളൂ. ഇന്നിപ്പോൾ 8 അതിനുശേഷം നാളെ കഴിഞ്ഞാൽ ശനിയും ഞായർ ദിവസങ്ങൾ അവധിയാണ്. അതിനുശേഷം കൂടുതൽ ദിവസം എന്ന ആവശ്യം അതുകൊണ്ട് തന്നെ അംഗീകരിക്കാനായിട്ടുള്ള സാഹചര്യമില്ല. സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ വഴിമാറ്റാനായിരിക്കും ഈ അവതരണം കാര്യമാവുക. ഒരുപക്ഷെ ഈ ബില്ല് ഇന്ന് അവതരിപ്പിച്ചതിന് ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാനുള്ള സാഹചര്യവും നിലവിലുണ്ട്. എസ് കെ. ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.